ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റമീസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് മിസ്സിന്റെ വക എന്റെ 6ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും ഒരു ബിഗ് ഹാപ്പി ന്യൂ ഇയർ. അടിപൊളിയാവട്ടെ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ 2025. അപ്പൊ ഇന്ന് മിസ് എന്തിനാ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബേസിക് സയൻസിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് മൂൺ ആൻഡ് സ്റ്റാർ, അല്ലെങ്കിൽ തിങ്കളും താരങ്ങളും എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഈ ആകാശഗോളങ്ങളെ പറ്റിയും അതുമൂലം നമ്മുടെ ആ ഒരു പ്രകൃതിയിൽ അത് കുറച്ച് മാറ്റങ്ങളെ പറ്റി ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു പാഠഭാഗങ്ങൾ പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഈ ഒരു ആകാശഗോളങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടണം. നമ്മുടെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ നമ്മളോട് ഏതൊക്കെ ആകാശഗോളങ്ങളെ അറിയാം എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും സോളാർ സിസ്റ്റം പറയും. അതിനകത്ത് ഏറ്റവും സെന്ററിൽ നമ്മുടെ സൂര്യനുണ്ട്. അത് മാത്രമല്ല 8 പ്ലാനറ്റ്സിനെ പറ്റി പറയും, സാറ്റലൈറ്റ്സിനെ പറ്റി പറയും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത 3 ആൾക്കാരാണ് നമ്മുടെ സൂര്യനും, സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിൽ ഇങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന നമ്മുടെ ഭൂമിയും, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന നമ്മുടെ മൂണും. അപ്പൊ ഈ സൂര്യനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഭൂമിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ചന്ദ്രനെ പറ്റിയും എന്തെല്ലാം കാര്യങ്ങൾ എന്റെ മക്കൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്, ഒരു നക്ഷത്രമാണ്. അതേസമയം നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ പ്ലാനറ്റ് ആണ്. അതിനു കൂടെ തന്നെ നമ്മുടെ മൂൺ എന്ന് പറയുന്നത് എർത്തിന്റെ ഒരു സാറ്റലൈറ്റ് ആണ് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് നമുക്കറിയാം. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഭൂമിക്ക് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്, എക്സാക്ട് സ്പെറിക്കൽ ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് സ്പെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് ഭൂമിക്കും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രനും ഒക്കെ പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. അതായത് സൂര്യനാണ് എല്ലാത്തിന്റെയും കേന്ദ്രം. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ്സിനും ഒക്കെ പ്രകാശം കിട്ടുന്നത് എവിടെ നിന്നാണ് മക്കളെ? നമ്മുടെ സൂര്യനിൽ നിന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ ഭ്രമണം സംഭവിക്കുന്നത്. നമുക്കറിയാം ഭൂമിക്ക് 2 തരത്തിലുള്ള ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് അത് സ്വന്തം അക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്, സ്വയം തിരിയുന്നുണ്ട്. അതിനെ നമ്മൾ റൊട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അതിനെ നമ്മൾ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭൂമി എങ്ങനെയാണ് റൊട്ടേഷൻ പൂർത്തിയാവുന്നത്? ഏത് ഡയറക്ഷനിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്കാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് മക്കളെ നമുക്ക് രാത്രിയും പകലും ഒക്കെ ഉണ്ടാവുന്നത്. The earth spins from west to east and it is due to the earth rotation that day and night continuously appear. അപ്പൊ എങ്ങനെയാണ്, ഏത് ഡയറക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായല്ലേ? ഇനി നമ്മുടെ ഭൂമി മാത്രമാണോ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നത്? അല്ല, നേരെ മറിച്ച് നമ്മുടെ ചന്ദ്രനും ഭ്രമണം ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ ഭൂമിയുടെ കറക്കം മൂലമാണ് നമുക്ക് ഈ സൺസെറ്റും സൺറൈസും ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ സൂര്യാസ്തമയവും സൂര്യോദയം ഉണ്ടാവുന്നത്. അപ്പൊ ഈ സൂര്യോദയവും സൂര്യാസ്തമയം നമ്മൾ വ്യക്തമായിട്ട് പല എക്സ്പെരിമെന്റിലൂടെ ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുക? ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പറയും ഉദയം. ഇനി അതേസമയം വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയും അവിടെ അസ്തമയമാണ് സംഭവിച്ചത്. എങ്ങനെ നമ്മൾ പറയുന്നത്? ഇൻ ദ റീജിയൻ മൂവിംഗ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് അപ്പിയർ ആസ് എ സൺറൈസ്. അവർക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? സൺറൈസ് ആണ്. ഇനി നേരെ തിരിഞ്ഞ്, അതായത് ലൈറ്റിൽ നിന്നും ഡാർക്ക്നെസ്സിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ്? അവർക്ക് സൺസെറ്റ് ആണ് അപ്പിയർ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൂണിന്റെ കേസ് പഠിക്കാം. മൂണും എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഭ്രമണം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമിയെ പോലെ നമ്മുടെ മൂണും എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പരിക്രമണവും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡ്യൂറേഷൻ ഒരുപോലെയല്ല. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും നമുക്ക് ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊരു ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പല ദിവസങ്ങളിൽ ഒരേ സ്ഥാനത്ത് തന്നെ നിന്നിട്ട് ചന്ദ്രനെ നോക്കുവാണെങ്കിൽ ചന്ദ്രൻ എപ്പോഴും ഒരേ സ്ഥാനത്തല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ചന്ദ്രൻ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പൊസിഷനിലാണ് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, നമ്മുടെ ചന്ദ്രന്റെ പരിക്രമണമാണ്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ഥാനത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു കറക്കം പൂർത്തിയാക്കുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്. 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം പൂർത്തിയാക്കുന്നത്. ഇങ്ങനെ ചന്ദ്രന്റെ ആ ഒരു പൊസിഷൻ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ കാണുന്നതും വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇപ്പൊ സപ്പോസ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ചന്ദ്രൻ ഈ ഒരു പൊസിഷനിലാണ് എന്ന് വിചാരിക്കാം. അതായത് ഇത് നമ്മുടെ സൂര്യനും ഇത് നമ്മുടെ എർത്തുമാണ് എങ്കിൽ
ഓക്കെ, ഇതെവിടെയാണ് നമ്മുടെ മൂണുള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെ മൂണുള്ള സമയത്ത് ഈ ഒരു പൊസിഷനിൽ, അതായത് 1 എന്ന് പറയുന്ന പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് മൂണിനെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ഒരു ദിവസത്തെയാണ് നമ്മൾ ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ നമ്മൾ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. ഇനി അതേസമയം രണ്ടാമത്തെ പൊസിഷനിൽ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മൂണിനെ കാണാനായിട്ട് പറ്റും. മൂന്നാമത്തെ പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് മൂണിനെ പകുതിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നാലാമത്തെ പൊസിഷനിൽ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മൂണിനെ കാണാൻ പറ്റും. ഇനി അഞ്ചാമത്തെ പൊസിഷനിൽ വരുമ്പോൾ മൂണിനെ നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ വെളുത്ത വാവ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പൗർണമി എന്ന് പറയും. അപ്പൊ ഇതിന്റെ കൂടെ ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി മക്കളെ ആലോചിക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം മക്കളെ, നമ്മുടെ സ്വന്തം ന്യൂ മൂൺ ഡേയിൽ നിന്നും ഫുൾ മൂൺ ഡേയിലേക്ക് ഈ ദിവസങ്ങൾ കടക്കും തോറും നമ്മുടെ മൂണിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിയേ, മൂണിന്റെ ആ ഒരു സൈസ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇല്ലേ? എവിടെ നിന്നാണ് ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് പോകുമ്പോഴും ആ ഒരു സൈസ് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൃദ്ധി അല്ലെങ്കിൽ വാക്സിംഗ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചാലോചിച്ച് നോക്കിയും, അതായത് ഫുൾ മൂൺ ഡേയിൽ നിന്നും ന്യൂ മൂൺ ഡേയിലേക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് മുഴുവനായിട്ട് മൂണിനെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ കുറച്ച് കാണാൻ പറ്റുന്നുള്ളൂ, അതിനേക്കാളും കുറച്ച് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ, ഇവിടെ ആവുന്ന സമയത്ത് വളരെ കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ, ഇവിടെ വരുന്ന സമയത്ത് ഒട്ടും കാണാൻ പറ്റുന്നില്ല. അതായത് ഇവിടെ ചന്ദ്രന്റെ ആ ഒരു പ്രകാശിത ഭാഗം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ക്ഷയം അല്ലെങ്കിൽ വാണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് വൃദ്ധിക്ഷയങ്ങൾ അല്ലെങ്കിൽ വാക്സിങ്ങും വാണിങ്ങുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? വൃദ്ധി അല്ലെങ്കിൽ വാക്സിംഗ് ആണ് സംഭവിക്കുന്നത്. ഇനി നേരെ തിരിച്ച്, അതായത് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ക്ഷയം അല്ലെങ്കിൽ വാണിംഗ് ആണ് സംഭവിക്കുന്നത്. ഇനി ഈ ഒരു പാഠഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തോട്ട് പോകുമ്പോൾ നമുക്ക് നക്ഷത്ര ഗണങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള നക്ഷത്രഗണങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ധാരാളം, അതായത് ഒന്നിലധികം നക്ഷത്രങ്ങൾ കൂടി ചേർന്ന് എന്തിന്റെയെങ്കിലും ആകൃതിയിൽ അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഷേപ്പ് നിങ്ങൾക്ക് അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ആവും, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഷേപ്പിലുള്ളതുപോലെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പൊ ഈ ഒരു കൂട്ടത്തിന് അല്ലെങ്കിൽ ഈ ഒരു നക്ഷത്രത്തിന്റെ കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബിഗ് ഡെപ്പർ, അതുപോലെ തന്നെ നമ്മുടെ എന്തായിരുന്നു വേട്ടക്കാരൻ, അതുപോലെ നമ്മുടെ വൃശ്ചികം, ഓക്കെ, നമ്മുടെ തേർഡ്, ഇതൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മുടെ സൈലം ക്ലാസ്സിൽ വരുന്ന ലൈവ് ക്ലാസ്സിലൂടെയും ചെറിയ കോണ്ടന്റ് വീഡിയോസിലൂടെയും നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.